അനിമോളുടെ ജയിൽ നോമിനേഷനാണ്. അനിമോൾ നോമിനേറ്റ് ചെയ്തത് ഫസ്റ്റ് നോമിനേഷൻ നെവിനാണെന്നാണ് പറഞ്ഞത്. അനിമോൾ കരഞ്ഞുകൊണ്ടാണ് നോമിനേഷൻ ചെയ്യുന്നത്. അനിമോളുടെ സൗണ്ടൊക്കെ ഇടറുന്നുണ്ടായിരുന്നു. 75 ദിവസമായി എന്നെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരാളാണ് നിവിൻ എന്ന് പറയുന്ന. സൗണ്ടുകൾ ഇടറിയാണ് സംസാരിക്കുന്നത്. മാനസികമായിട്ട് മാത്രമല്ല, നല്ല രീതിയിൽ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന്. ചിലപ്പോൾ തോന്നും അവൻ്റെ ഗെയിമാണെന്ന്. പക്ഷേ ഒരു ഇരയെ പിടിക്കാൻ നടക്കുന്ന പോലെയാണ് നിവിൻ എൻ്റെ പിന്നാലെ നടക്കുന്നത്. ആദ്യം ഇവിടെ വന്നപ്പം എനിക്ക് അവനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ബ്രദറിനെ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവനെ. പക്ഷേ ഇപ്പോൾ ഈ വീട്ടിൽ എനിക്ക് ചില സമയത്ത് തോന്നും ഇയാളൊന്ന് പോയിരുന്നു എങ്കിലെന്ന്. അനിമോൾക്ക് നല്ല സങ്കടമുണ്ട്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച് പോകുന്നുണ്ട്. അത്രമാത്രമാണ് എന്നെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നതെന്ന്. പലപ്പോഴും ആദിലും നൂറയായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോൾ നോക്കിയാലും എൻ്റെ പുറകെ വന്ന് എന്നെ വെറുതെ ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതവൻ്റെ ഗെയിം ആണെങ്കിൽ പോലും തൊട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്ന് അവൻ ഓർക്കണം. അതവൻ നോക്കുന്നില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞിരുന്നു ഭക്ഷണം. എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് എനിക്ക് ഒരാൾക്ക് വിശന്നാൽ അയാൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് എൻ്റേത്. എല്ലാവരും ഉറങ്ങുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സാബുവിനെ വിളിച്ച് 2 ദിവസവും നേരത്തെ ചപ്പാത്തി ഉണ്ടാക്കിയത്. ഫുഡ് നേരത്തെ കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും എനിക്കും വിശപ്പുണ്ടായിരുന്നു. പക്ഷേ വെള്ളം കുടിച്ചിട്ട് കിടക്കാമെന്നാണ് ഞാനും വിചാരിച്ചത്. അപ്പം ആര്യന് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ചോദിച്ചിട്ടാണ്. എനിക്ക് അത് ചെയ്ത് കൊടുക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. ആര്യനും അക്ബറും എനിക്ക് വിശക്കുന്ന എന്തെങ്കിലും താന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ആ മുട്ട ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത്. അനിമോൾ പറയുന്നതിനെല്ലാം ആര്യൻ തലയാട്ടുന്നുണ്ട്. അനിമോൾ പറയുന്നത് കറക്റ്റാണെന്നുള്ള രീതിയിൽ ആര്യൻ അവിടെ നിന്ന് തലയാട്ടുന്നുണ്ട്. മുട്ട ഉണ്ടാക്കി കൊടുക്കാനായിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോഴാണ് ആര്യൻ ചോദിക്കുന്നത് മാവരിപ്പിലെ 2 ദോശ ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ ആ മാവ് എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഇത്രയേ ഉള്ളൂ, ഇത് നാളത്തേക്കും മറ്റന്നാളത്തേക്കും വേണ്ടതാണ്, 2 ദിവസം ഉണ്ടിനി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കാതെ പിന്നെയാണ് ഓർത്തത് കടലമാവ് ഇരിപ്പുണ്ടല്ലോ. കടലമാവ് നമ്മൾ പ്രത്യേകിച്ച് വലിയ ഉപയോഗം ഒന്നും ഇല്ലല്ലോ, മുഖത്തിടാൻ എന്തെങ്കിലുമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കടലമാവ് കുറച്ച് കൂടുതലുണ്ട് താനും. അതുകൊണ്ടാണ് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കുറച്ച് വലുതാക്കി ദോശ ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ അകത്ത് ഉണർന്നിരുന്നവർക്കും കൂടെ 2 ദോശ എടുത്തുകൊണ്ടാണ് ഞാൻ അകത്തോട്ട് വരുന്നത്. പിന്നെ ഷാനവാസിക്ക കിച്ചൺ ക്യാപ്റ്റനാണ്. ഷാനവാസിക്കയോട് ചോദിക്കാതെ അത് ചെയ്തത് എൻ്റെ തെറ്റ് തന്നെയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ചോദിച്ചാൽ ഇക്ക അത് സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഭക്ഷണം അല്ലേ വിശക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോഴേ എനിക്കറിയാം ഇതെന്തെങ്കിലും ഒരു പ്രശ്നമാവും, നിവിൻ വന്ന് കണ്ട് എന്ന് അനിമോൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ വലിയ കുക്കൊന്നുമല്ല, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കുക്ക് ചെയ്യാൻ പഠിച്ചത് എന്ന് പറയുന്ന അനിമോൾ. ഞാൻ മോഷ്ടിച്ചൊന്നുമല്ല അവർക്ക് ഉണ്ടാക്കി കൊടുത്തത്. എല്ലാവരും അറിയുന്നുണ്ടായിരുന്നു. ഉണർന്നിരുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഉണ്ടാക്കുന്നത്. ലക്ഷ്മിയും അനീഷേട്ടനും മാത്രമേ ഉറങ്ങിയുള്ളൂ, ബാക്കി എല്ലാവരും ഉണർന്നിരുന്നതാണ്. രണ്ടാമത്തെ നോമിനേഷൻ അക്ബറാണ്. അക്ബറിന് ഇവിടെ ഒരു കണ്ടൻറ്റും ഇല്ല. മറ്റുള്ളവരുടെ അടുത്ത് മാസ് കാണിച്ച് നിൽക്കുന്നതല്ലാതെ അക്ബറിന് സ്വന്തമായിട്ടൊരു കണ്ടൻറ്റും ഇല്ല. ആ ദോശ ഉണ്ടാക്കിയ പ്രശ്നത്തിൽ അക്ബറിന് ഒരുപാട് പങ്കുണ്ട്. ഇത്രയും അത് കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കിയത് അക്ബറാണെന്നുള്ള രീതിയിൽ അനിമോൾ സംസാരിച്ചു. അപ്പം അനിമോളുടെ ഫസ്റ്റ് നോമിനേഷൻ നെവിനും സെക്കൻഡ് നോമിനേഷൻ അക്ബറുമാണ്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം.